കുന്നോളം സ്വപ്നങ്ങളും ഒരു നുള്ളു മണ്ണും. പണ്ട് കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ അപ്പു എന്നൊരു മിടുക്കൻ പയ്യനുണ്ടായിരുന്നു. അവന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു ചെറിയ കുന്നും അതിനോട് ചേർന്ന് അല്പം കൃഷിഭൂമിയും ഉണ്ടായിരുന്നു. അപ്പുവിന് പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന്റെ കുടുംബത്തിന് അവനെ വലിയ നിലയിൽ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അപ്പുവിന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, മോനെ, കഠിനാധ്വാനം ഒരു വിത്താണ്, പഠനം ആ വിത്തിനൊഴിക്കുന്ന വെള്ളവും. രണ്ടും ഒരുമിച്ചാലേ ഫലം ലഭിക്കൂ. അപ്പു എല്ലാ ദിവസവും സ്കൂളിൽ പോകും. ക്ലാസ്സിലെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കും. വൈകുന്നേരം വീട്ടിലെത്തിയാൽ മറ്റു കുട്ടികളെപ്പോലെ കളിക്കാൻ പോകില്ല. പകരം അവൻ പുസ്തകങ്ങളുമായി അടുക്കളയിലെ മങ്ങിയ വെളിച്ചത്തിലിരിക്കും, അല്ലെങ്കിൽ അച്ഛനെ കൃഷിയിൽ സഹായിക്കും. ഒരു ദിവസം അപ്പു കണക്കിലെ ഒരു പ്രോബ്ലം ചെയ്യാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അവൻ പലവട്ടം ശ്രമിച്ചു, പക്ഷേ ഉത്തരം ശരിയാകുന്നില്ല. നിരാശ തോന്നി അവൻ പുസ്തകം അടച്ചുവെച്ചു. അത് കണ്ട അച്ഛൻ അവനോട് ചോദിച്ചു, എന്താണ് മോനെ, മുഖം വാടിയിരിക്കുന്നത്? കണക്ക് ഭയങ്കര പ്രയാസമാണച്ഛ, എത്ര ശ്രമിച്ചിട്ടും ശരിയാകുന്നില്ല, അപ്പു പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവനെ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി. കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ അവർ ദിവസവും കിളയ്ക്കുന്ന വയൽ കാണാമായിരുന്നു. നോക്കൂ അപ്പു, ഈ വയൽ കാണുന്നില്ലേ? ഇന്നലെ ഇവിടെ നിറയെ കളകളായിരുന്നു. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കിളച്ചു മാറ്റിയത് എങ്ങനെയാണെന്നറിയാമോ? അച്ഛൻ ചോദിച്ചു. അച്ഛൻ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ്, അപ്പു പറഞ്ഞു. ശരിയാണ്, ഞാനൊരു കിള കൊണ്ടാണ് ഈ വയലിലെ ഓരോ മൺതരിയും മാറ്റിയത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ കുന്നിനെ എനിക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ പരിശ്രമമാണ് വലിയ മാറ്റമായി മാറുന്നത്. അച്ഛൻ തുടർന്നു, മോന്റെ കണക്കിലെ പ്രോബ്ലം ഈ വയൽ പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ നീ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം പഠിക്കണമെന്നില്ല. ഓരോ പേജും ഓരോ പ്രോബ്ലവും ഒരു കിള പോലെ കരുതുക. നിന്റെ ശ്രദ്ധയും കഠിനാധ്വാനവും ഉപയോഗിച്ച് ഓരോന്നായി പഠിക്കുക. ആദ്യത്തെ തവണ തെറ്റിയാലും വിഷമിക്കേണ്ട, വീണ്ടും വീണ്ടും ശ്രമിക്കുക. അതാണ് വിജയം. അച്ഛൻ പറഞ്ഞ വാക്കുകൾ അപ്പുവിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവൻ തിരികെ വന്നു, വീണ്ടും കണക്ക് പുസ്തകമെടുത്തു. ഇത്തവണ അവൻ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അടുത്ത പ്രോബ്ലത്തിലേക്ക് ചാടാതെ ഒന്നിനെ നന്നായി മനസ്സിലാക്കി അടുത്തതിലേക്ക് പോയി. ദിവസങ്ങൾ കടന്നുപോയി. അപ്പുവിന്റെ സ്ഥിരമായ കഠിനാധ്വാനവും അച്ഛൻ പറഞ്ഞ വാക്കുകളിലുള്ള വിശ്വാസവും അവനെ മികച്ച വിദ്യാർത്ഥിയാക്കി. ക്ലാസ്സിലെ ഏറ്റവും പ്രയാസമുള്ള പ്രോബ്ലങ്ങൾ പോലും അവൻ നിഷ്പ്രയാസം ചെയ്യാൻ തുടങ്ങി. വർഷങ്ങൾക്കു ശേഷം അപ്പു ഗ്രാമത്തിൽ നിന്ന് പഠിച്ച് വലിയ നിലയിലെത്തി. അപ്പോഴും അവൻ പറയുമായിരുന്നു, വിജയം എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന മാന്ത്രിക വിദ്യയല്ല, മറിച്ച് ഓരോ ദിവസത്തെയും കൃത്യമായ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്.